അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ 6ാം ക്ലാസ്സിലെ താരീഖിലെ 3ാമത്തെ പാഠം ഖുദിയൽ കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നടപ്പാക്കുക തന്നെ ചെയ്യും. അത് തീരുമാനിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കൂല. നമുക്കത് എന്താണ് അറിയണമെന്നില്ല. പക്ഷെ റബ്ബിന്റെ തീരുമാനം നടക്കൂല എന്നാണെങ്കിൽ നടക്കൂല, നടക്കും എന്നാണെങ്കിൽ നടക്കും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പാഠമൊന്ന് ശ്രദ്ധയോടെ വായിക്കണം ഇൻഷാ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം വഫാത്തായി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങി. പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങി അവർ വിഗ്രഹാരാധന നടത്തി. ഈ സന്ദർഭത്തിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ പൗത്രനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നബിയും റസൂലുമായി നിയമിച്ചു. ആരാണ്? ഇദ്രീസ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി നൂഹ് എന്ന അലൈഹി നബിനെ അള്ളാഹു നബിയും റസൂലുമായി നിയമിച്ചു. ഈ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അവസ്ഥ പറയാം. ശാന്തനും സഹനശീലനുമായ നൂഹ് നബി അലൈഹിസ്സലാം എന്നും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അത് അവരെ ശരീഅത്ത്. നമ്മുടെ ശരീഅത്തിൽ എന്നും നോമ്പ് നോക്കുക എന്നുള്ളത് നല്ലതല്ല. വിശ്രമമില്ലാതെ 950 വർഷം അദ്ദേഹം പ്രബോധനം നടത്തി. ഒരു വിശ്രമമില്ലാതെ 950 വർഷം അദ്ദേഹം പ്രബോധനം നടത്തി. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ സന്മാർഗം സ്വീകരിച്ചുള്ളൂ. ആകെ കയ്യുമ്മലെണ്ണി പറയാൻ പറ്റുന്ന 80 ചില്ലാൻ ആള്. എത്ര കൊല്ലാണ് പ്രബോധനം നടത്തിയത്? 950 വർഷം. 40 വയസ്സായപ്പോ നബിയായി. പ്രബോധനം തുടങ്ങിയിട്ട് 1990 വർഷം. 990 വയസ്സായപ്പോഴും ആകെ 80 ചില്ലാനം ആളുകളെ സന്മാർഗം സ്വീകരിച്ചിട്ടുള്ളൂ. നിഷേധികൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ ഭ്രാന്തനെന്ന് വിളിച്ചു അവഹേളിച്ചു. എറിഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ശിക്ഷയുണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചു. ഇത് ഒരു പ്രവാചകൻ 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് ഭ്രാന്തനെ വിളിച്ച് കളിയാക്കുക, എറിഞ്ഞു കൊല്ലും നിന്നെ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. മാത്രമല്ല, നീയല്ലോ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, സന്മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബുണ്ട്, ശിക്ഷയുണ്ട്, പറഞ്ഞ് കൊണ്ടുവാടോ എന്നൊക്കെ പറഞ്ഞ് അല്ലാണ്ട് വെല്ലുവിളിച്ചു. ഒന്നുമല്ലാണ്ടാക്കി. ജനമധ്യത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിനെ ഒന്നുമല്ലാണ്ടയാക്കി.
ഇനി ആരും വിശ്വസിക്കുകയില്ലെന്ന് അല്ലാഹു തആലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ കൊള്ളിയെല്ലാം കാര്യം തീരുമാനിക്കപ്പെട്ടു. ഇപ്പൊ കൂടിയ മനുഷ്യന്മാരല്ലാണ്ട് ഒരാളും ഇനി വിശ്വസിക്കൂല നോഹേ അലൈഹിസ്സലാം എന്ന് തീരുമാനം കിട്ടിയപ്പോൾ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. ശുദ്ധീകരണം നമ്മൾ കുളിക്കൂല, അതുപോലെ വൃത്തിയാകാൻ വേണ്ടിയിട്ട് രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മരുന്ന് വയ്ക്കും. ഇതിനാണത് രോഗാണുക്കൾ നശിച്ചു പോകാൻ വേണ്ടി. അപ്പൊ ഇവിടെ ബാക്കി വരുന്ന ജനങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവരാരും നന്നാവൂല. എന്തുണ്ടാവുള്ളൂ? പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം ഈ വൈറസ് ഇനിയും ജനങ്ങളിലേക്ക് വ്യാപിക്കും. അപ്പം വിശ്വസിച്ച ആളുകൾ തന്നെ ഇനി മതം വിട്ട് ഈ സത്യം സന്മാർഗം വിട്ട് പോകാൻ കാരണമായേക്കാം. അതുകൊണ്ട് ആ വൈറസിനെ പൊള്ളി നശിപ്പിക്കല്ല നല്ലത്. ഇവിടെ കുറവുണ്ടായപ്പോ എന്തെല്ലാം മർത്തിവിടെ, അപ്പൊ അത്ര വൈറസ് ചത്തുപോയി. അതങ്ങനെ തന്നെ ഒരു രക്ഷയില്ല. ഒന്നും നല്ല വഴിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് നാടിന് ഉപകാരമല്ലല്ലോ, അല്ലെങ്കിൽ അന്ന് തന്നെ പ്രദർശിപ്പിക്കാൻ പറയൂലേ. നന്നാവില്ല, ഇനി സന്മാർഗത്തിലേക്ക് ആരും വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. കണ്ണച്ചോരല്ല ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഇനി ആരും വിശ്വസിക്കില്ലെന്ന് അല്ലാഹു തആലയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ ദ്രോഹികളായ അവിശ്വാസികളെ നശിപ്പിച്ചു കളയാൻ നൂഹ് അലൈഹിസ്സലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥന സ്വീകരിച്ചു. നബിയല്ലേ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കോ? സ്വീകരിച്ചു. അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു. 600 മുഴം വീതിയും 1200 മുഴം നീളവും 30 മുഴം പൊക്കവും 3 നിലകളുമുള്ള കപ്പൽ നിർമ്മിക്കപ്പെട്ടു. കപ്പലിന്റെ വീതി 600 മുഴം. പിന്നെ അതിന്റെ ഡബിള് നീളം 1200 മുഴം നീളം, 30 മുഴം പൊക്കം, വീടിന്റെ പകുതി പൊക്കം. എത്ര നില? 3 നില. 1, 2, 3 നില നിർമ്മിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാക്കി നോക്കൂല, നിർമ്മിച്ചു. അടിത്തട്ട് മൃഗങ്ങൾക്കും മധ്യനില മനുഷ്യർക്കും മുകൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു. ലോകത്തുള്ള മൃഗങ്ങളെ കപ്പലിൽ കയറ്റണം, സന്മാർഗികളായ മനുഷ്യന്മാരെ കയറ്റണം, പിന്നെ ജന്തുക്കളെയും കയറ്റണം. അപ്പൊ അടിയത്തെ തട്ട് മൃഗങ്ങൾ, നടുവില് മനുഷ്യർ, മുകൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു. ജലാശയമില്ലാത്ത സ്ഥലത്ത് കപ്പൽ നിർമ്മിക്കുന്നത് കണ്ട ശത്രുക്കൾ നോഹ് നബിയെ പരിഹസിച്ചു. അത് അല്പജ്ഞാനികളെ, കണ്ടത് മാത്രം വിധി പറയുന്ന ആളുകൾ അങ്ങനെയാണ്. കാണുമ്പോൾ എതിർക്കും. എന്താ തലക്ക് വട്ടാണല്ലോ എന്ന് ചോദിക്കും. അത് അവന്റെ അത്രേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ജ്ഞാനം കുറവാണ്. അപ്പൊ അതുപോലെ നോഹ് നബി അലൈഹിസ്സലാമിൻ കപ്പലുണ്ടാക്കുന്നത് കരമ്മലാണ്. കരമ്മലും അല്ല, ഒന്നിനും പോലും. സാധാരണ കപ്പൽ നിർമ്മിക്കൽ എവിടെയാണ്? വെള്ളത്തിന്റെ അടുത്ത്. വെള്ളത്തിന്റെ അടുത്ത് കപ്പലുണ്ടാക്കിയ സ്വല്പ ദൂരം തള്ളിക്കൊണ്ടായോ വെള്ളത്തിലേക്ക് കപ്പൽ സഞ്ചരിക്കും. ഇത് വെള്ളമൊന്നും ഇല്ലാത്ത, വെള്ളം കിട്ടാത്ത സ്ഥലത്ത് പോയിട്ട് കപ്പലുണ്ടാക്കിയാൽ വിവരമില്ലാത്തവൻ, അകക്കാഴ്ചയില്ലാത്തവൻ കുറ്റപ്പെടുത്തും. അവർക്ക് പരിഹസിക്കാൻ ഒന്നും കൂടി കിട്ടി. ഈ കിളവൻ കണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞാക്ക് സുഖല്ല, ഒന്നും കൂടി തെളിവായില്ലേ? കപ്പലുണ്ടാക്കണം, മരണ്ട മുകളിലെ കപ്പലുണ്ടാക്കണം. പരിഹസിച്ചു. അദ്ദേഹം ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അപ്പോഴും പറഞ്ഞു അള്ളാന്റെ ശിക്ഷ വരട്ടോ, ശ്രദ്ധിച്ചോ.
ശിക്ഷയുടെ സമയം വന്നു. ശിക്ഷയുടെ സമയം വന്നു. തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത്. അതിശക്തമായി മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടിപ്രവഹിച്ചു. എല്ലായിടത്തും വെള്ളം പൊങ്ങി. പ്രളയം. അള്ളാന്റെ ശിക്ഷ എന്തായിരുന്നു? തൂഫാൻ എന്ന ജലപ്രളയം. മഴ അങ്ങട്ട് ശക്തിയില് മഴ. ഭൂമി എല്ലായിടത്തും ഉറവ. പടച്ചറബേ, വെള്ളം കണ്ട് പൊങ്ങിയില്ലേ. അവിശ്വാസികളെല്ലാം മുങ്ങി നശിച്ചു. സന്മാർഗം സ്വീകരിക്കാത്തവരൊക്കെ മുങ്ങി നശിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി. കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത്. നൂഹ് നബി അലൈഹിസ്സലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത്. അവർ 40 പുരുഷന്മാരും 40 സ്ത്രീകളുമായിരുന്നു. എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകൾ കപ്പലിലുണ്ടായിരുന്നു. അങ്ങനെ അവയുടെ വംശം നിലനിന്നു. കരയിലുള്ള എല്ലാ ജീവികളിൽ നിന്നും ഒരാണും ഒരു പെണ്ണും. സന്താനോത്പാദനത്തിന് കഴിവ് ശേഷിയുള്ള ഒരാണും ഒരു പെണ്ണും. അത് മതിയല്ലോ. സിംഹാണെങ്കിൽ ഒരാളും ഒരു പെണ്ണും, കടുകയാണെങ്കിൽ ഒരാളും ഒരു പെണ്ണും, പുലിയാണെങ്കിൽ ഒരാളും പെണ്ണും, മയിലാണെങ്കിൽ ഒരാളും പെണ്ണും, തത്തമ്മയാണെങ്കിൽ ഞങ്ങൾ ഒരാളും പെണ്ണും, കാക്കിച്ച് എങ്ങനെ എല്ലാ ജീവികളും തന്നെ ഒന്ന് ഒരാളും ഒരു പെണ്ണും. എന്തിനാണ് അല്ലാഹു തആല ദുനിയാവ് ഇതുപോലെ നടന്നതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് അങ്ങനെ ബാക്കി വെച്ചതാണ്. അതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്തുകൾ ഉണ്ടാവും, നമുക്കറിയില്ല. എല്ലാം അങ്ങനെ തന്നെ. ഭൂമിയിൽ ജീവിച്ച മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു തആല ഓരോ ഇണ തുണയിലൂടെ പിന്നീടും ഈ ലോകത്ത് അവർക്ക് പരമ്പരകൾ നിർത്തി, വംശങ്ങൾ നിർത്തി. മുങ്ങി നശിച്ചവരിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആനും ഉൾപ്പെട്ടു. അവൻ അവിശ്വാസിയായിരുന്നു. ഇപ്പൊ കഥ പറയുമ്പോൾ പറഞ്ഞതാണ്. മകൻ കൻആൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ചില്ല. അതാണ് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, നല്ല ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് വാശുമായി പോയാൽ നമുക്ക് ഉപദേശം സ്വീകരിക്കാൻ കഴിയില്ല. ചില ആളുകളിൽ നല്ല മക്കളുണ്ടാവും. പെട്ടെന്ന് ബാംഗ്ലൂർക്കോ മദ്രാസക്കോ കൽക്കത്തയ്ക്കോ ഡൽഹിക്കോ എങ്ങോട്ടെങ്കിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകും. നിസ്കരിക്കുന്ന കുട്ടിയാ, എല്ലാത്തിനും ഉഷാറാ. നാട്ടിൽ നിന്ന് പോകും. അവിടെ പോയിട്ട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആനോത്തുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ റൂമിലുള്ളവരൊന്നും അതിനോട് താല്പര്യമില്ല. എല്ലാം ഓന്റെ മതത്തിലുള്ള കുട്ടികളൊക്കെ തന്നെയാണ്, പക്ഷെ അവർക്ക് താല്പര്യമില്ല. നിസ്കാരത്തിനോട്, ഖുർആനോത്തിനോട്, ദിക്റിനോടൊന്നും താല്പര്യമില്ലാത്ത കുട്ടി വിളിച്ചിട്ടാ ഉപ്പ ഇവിടെ ശരിയാവില്ല, ഇവിടെ റൂമില് മദ്യം വിളമ്പുന്നുണ്ട്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടി മുന്നറിയിപ്പ് നൽകി. കുടുംബം മനസ്സിലാക്കി ലക്ഷങ്ങൾ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് പഠിപ്പിച്ചിട്ട് അതൊക്കെ എട്ടെറിഞ്ഞു പോന്നാല് ലക്ഷങ്ങൾക്ക് തുമ്പുണ്ടാവുകയല്ലോ. മാസങ്ങൾ കഴിഞ്ഞു. കുട്ടി പലപ്പോഴും ഈ വിഷയം മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ കുടുംബങ്ങൾ അതിന്റെ ഈമാനെന്ന കാരണം കൊണ്ട് കുറെ പഠിച്ചതല്ലേ, നമുക്ക് ബോധല്ലേ, അതുകൊണ്ട് അവിടെ നിങ്ങളാ ഇതെല്ലാനെപ്പോഴും ജയിച്ചാൽ കൂട്ടുകാരന്മാർ റൂമിൽ എന്ത് കണ്ണു നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു. കുട്ടി പറച്ചിൽ നിർത്തി. ദൗർബല്യവശാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ഇവനും കൂടി അവരുടെ കൂട്ടത്തൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും കൂടി സാമ്പത്തികമായ സഹായം കിട്ടുമല്ലോ. ഇവന് ലക്ഷങ്ങൾ മുടക്കി വന്ന കുട്ടിയല്ലേ, ഓൻ്റെ ഉണ്ടാവും പൈസ ഒക്കെ. ഒരു ദിവസം ഈ കുട്ടി ഉറങ്ങുന്ന സമയത്ത്
തമാശയിൽ അവന്റെ വായിലേക്ക് കള്ളൊഴിച്ചു, മദ്യമൊഴിച്ചു. കുട്ടി അത് ശ്രദ്ധിച്ചില്ല, അവന് തുപ്പിക്കളഞ്ഞു. പക്ഷേ വായിലുള്ളത് അതിന്റെ രുചി അവന്റെ നാം പറഞ്ഞു. അവനിപ്പോ ഇതൊക്കെ കുടിച്ചാൽ എന്താ, അള്ളാഹു പുറത്തു തരൂല എന്നുള്ള ചിന്ത ഇബ്ലീസുല്ലാഹി ഇട്ടുകൊടുത്തു. ചുരുക്കി പറയാം, കുട്ടി മദ്യപാനിയായി മാറി, ലഹരി അടിമയായി മാറി. പിന്നീട് പിതാവ് മാസങ്ങൾക്ക് ശേഷം മകൻ തിരിച്ചു വന്നപ്പോ നിസ്കാരം കാണുന്നില്ല, ഉള്ളതിൽ പഴയതുപോലെ ശ്രദ്ധിക്കുന്നില്ല. കുട്ടി പിതാവിനെതിരെ തിരിയുന്നു. സുബ്ഹാനല്ലാഹ്, ഉപ്പക്ക് സങ്കടമായി. പഠിച്ചവനെ, മദ്രസയിൽ 12ാം ക്ലാസ് വരെ പഠിച്ചവനാണ്, എന്ത് പറ്റിപ്പോയി? കുട്ടിയെ നന്നാക്കാൻ വേണ്ടി പല ഉപദേശങ്ങളും ഉപ്പ നടത്തി. ഉപ്പയെ തട്ടിക്കളയുമെന്ന് കുട്ടി വിഷമിപ്പെടുത്തി. ഉദാഹരണം പറയാണ്. അവസാനം കുട്ടിയെ നന്നാക്കാൻ വേണ്ടി കൗൺസിലിംഗ് കൊണ്ടുപോയപ്പോ കുട്ടി പറയാൻ, എന്നെ കള്ളുകുടിയനാക്കിയത്, എന്നെ മദ്യത്തിന്റെ ആളാക്കിയത്, ലഹരിയുടെ ആളാക്കിയ എന്റെ കുടുംബമാണ്, പ്രത്യേകിച്ച് എന്റെ പിന്നെ പൊന്ന പിതാവാണ്. കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ആരാണ് ഈ കുട്ടിയെ നശിപ്പിച്ചത്? ഇത്രയും മതബോധമുള്ള ഒരു വിദ്യാർത്ഥിയെ നശിപ്പിക്കാൻ അവന്റെ കൂട്ടുകെട്ടിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആനിന്റെ ഫ്രണ്ട്ഷിപ്പ് അവനെ അവിശ്വാസത്തിന്റെ അടിമയാക്കി മാറ്റി. അതുകൊണ്ട് മക്കളെ, കൂട്ടുകൂടുമ്പോ നല്ലവരോട് കൂട്ടുകൂടണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ കുടുംബത്തോടൊപ്പമാണ്. ഇതല്ലാത്ത സ്ഥലങ്ങളും നിങ്ങൾക്ക് വരും. പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടുമ്പോ നിങ്ങൾ ആരോട് കൂട്ടുപോകുമെന്ന് നിങ്ങൾ അറിയണം. ഇതുപോലെ നിങ്ങളുടെ ആത്മീയ നഷ്ടപ്പെടുത്തുന്നവർ നിങ്ങളുടെ കൂട്ടുകാരായി വന്നാൽ ചാണകം ചാരിയാൽ ചാണകം മണക്കും. നമ്മൾ ആരോട് സഹവസിക്കുന്നോ അവരുടെ സ്വഭാവം നമുക്ക് വന്നുകൊടും. അല്ലാഹു കാക്കട്ടെ. എന്റെ വിഷയം ഭാരത്തിലേക്ക് ഞാൻ വരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആനും ഉൾപ്പെട്ടു. അവൻ അവിശ്വാസിയായിരുന്നു. തൂഫാനിനു ശേഷം നൂഹ് നബി അലൈഹിസ്സലാം 60 വർഷം ജീവിച്ചു. അപ്പൊ 990 + 60 1050 വയസ്സായപ്പോൾ വഫാത്തായി. കപ്പലിലുണ്ടായിരുന്നവർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് മാത്രമേ സന്തതികൾ ഉണ്ടായുള്ളൂ. കപ്പലിൽ 40 പുരുഷന്മാരും 40 സ്ത്രീകളും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും സന്താനോൽപാദനം ഇല്ലാത്തവരായിരുന്നു. അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. എന്തേ കാരണം? അള്ളാഹു ആലം. അവർക്കൊന്നും സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ലാത്ത ആളുകളായിരുന്നു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് മാത്രമാണ് മക്കൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, തൂഫാനിന് ശേഷമുള്ള എല്ലാ മനുഷ്യരും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണെന്ന് പറയുന്നത് പോലെ വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തൂഫാൻ, ആ തൂഫാനിന് ശേഷം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. അതുകൊണ്ട് എന്റെ ഉപകാരം, അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം അൽ അബുസ്സാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാം പിതാവ് ആദം നബി അലൈഹിസ്സലാം, രണ്ടാമത്തെ പിതാവ് നൂഹ് നബി അലൈഹിസ്സലാം. അപ്പൊ നമുക്ക് ഉറപ്പായി 2 കാര്യം പറയാം. ഞാൻ ആദം നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണ്, നിസ്സംശയം. 2, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേരക്കുട്ടിയാണ്. എന്തുകൊണ്ട്? തൂഫാനിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉലുൽ അസ്മിൽ പെട്ട പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം.
313 മുർസലീങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 പ്രവാചകന്മാരുണ്ട്. അവർ ഈ ദൗത്യം ജനങ്ങൾക്ക്, സന്മാർഗം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, സയ്യിദുനാ ഈസ അലൈഹിസ്സലാം, സയ്യിദുനാ ഹബീബുർ റഹ്മാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്, ബുദ്ധി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി നീ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളെ ഉസ്താദുമാർ, അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മർഹമത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ഇഷ്ടത്തിലായി എത്തിക്കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഒരു കൂട്ടുകെട്ടിലും പെടുത്തി ഞങ്ങളെ വിശ്വാസമോ ഞങ്ങളെ നല്ല പ്രവർത്തനങ്ങൾക്കോ നീ തടയിടല്ല റബ്ബേ. എല്ലായിടത്തും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ താങ്ങാൻ കഴിയാത്ത വല്ല പ്രയാസങ്ങളും നിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ